രാവിലെ എണീച്ച പറഞ്ഞ് ചാർജറിന്ന് പുക വരണ്ട കാണും. കാരണം വണ്ടി കുത്തിയേക്കാണ്ടി നോക്കിയപ്പോഴാണ് ഈ സത്യം നമ്മൾ അറിയുന്നത്. ചാർജറിന്ന് പുകയൊക്കെ വരിക. ലാസ്റ്റ് നമ്മൾ കമ്പനി വിളിച്ച് ഷോറൂമിൽ വിളിച്ച് പറഞ്ഞ അവരും ഇങ്ങോട്ട് പോയോ. അപ്പത്തിന് അവിടെ പോകാൻ നിൽക്കുമ്പോൾ ഉമ്മ പറഞ്ഞ ഈ സാധനം മേടിച്ചോണ്ടിരുന്നു. അങ്ങനെ ഉമ്മാക്കുള്ള സാധനം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ വിട്ടിട്ടാ. ഒരു സുഖമില്ല. കാരണം എല്ലാ പണിയും നമ്മളെ വർക്കെല്ലാം മുടങ്ങും. പോണേക്ക് നമ്മളങ്ങനെ ജാസ്മിനെ എടുത്തിട്ടാ. നേരെ അങ്ങനെ ജാസ്മിനെ എടുത്ത് നമ്മൾ ഷോറൂമിലേക്കുള്ള പോക്ക് യാത്ര ആരംഭിച്ചിട്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ശരിയായിട്ടില്ലെങ്കിൽ നമ്മൾ 5-6 ദിവസത്തെ വർക്ക് മുടങ്ങും. മുടങ്ങി കഴിഞ്ഞാൽ എല്ലാതും സ്വീപ്പാവും. അങ്ങനെ തന്നെയാണ്. ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഷോറൂമിൽ പോയി കുറച്ചു നേരം കാത്തിരുന്നു. എന്താവും എന്തോന്ന് അറിയാനായിട്ട് കുറെ ഒരു ടെൻഷൻ വരും. ഷോക്കാണ് ഗൈസ് അല്ലേ? എന്താണ് നിന്റെ ഒക്കെ പണി കഴിഞ്ഞ് നമ്മളെ വർക്കെല്ലാം മുടങ്ങും തോന്നുന്നുണ്ട്. അങ്ങനെയാക്കിയരാ ഈ വണ്ടിന്റെ ചാർജർ എന്തോ പുക ഇതൊക്കെ വന്നിട്ട് ആകെ സീനായിരിക്കും. നമുക്ക് ഇനി 2 ദിവസം വർക്കുണ്ടല്ലോ, എല്ലാം പെൻഡിങ് ആവും. പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് ഇത് കണ്ടപ്പോൾ ഒരു വീട് എടുക്കാൻ വന്നി. അപ്പോൾ ഇത്രേ ഉള്ളൂ. കണ്ടിന്യൂഷൻ ഉണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും ആഡ് ക്ലിപ്പാക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം. നമ്മളെല്ലാം ആകെയുള്ളൊരു വൈന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വണ്ടി റെഡിയാക്കി എടുക്കണം. റെഡിയാക്കിയിട്ടും കാര്യമൊന്നുമില്ല, പിന്നെയും കേടാവും, റെഡിയാവും കേടാവും. നോക്കി വെക്കാം. റെഡിയാക്കി കഴിഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സെറ്റാക്കാം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വണ്ടി കഥ അവസാനിച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജറൊക്കെ കംപ്ലൈൻ്റ് ആയി. മറ്റേ ചാർജറിലെ കംപ്ലൈൻ്റ് ആയി അല്ലേ? ശരിയാക്കി എടുക്കണം, ഒക്കെ സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ബൈ.